അപ്പൊ ശരിക്കും എന്താണ് ജനറേഷണൽ ട്രോമ? ഹീലിംഗിലേക്ക് വരുമ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് വൈ മീ, എന്തുകൊണ്ടാണ് എനിക്ക്. അപ്പം ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ളൊരു ആൻസറാണ് ഇപ്പോൾ ഷിബ്ല ചോദിച്ചൊരു ക്വസ്റ്റ്യൻ. ഒരു കുട്ടി ജനിക്കുമ്പോൾ മോർ ദാൻ 300 to 400+ traits of your grandparents are already there. It's proven in science. ഇത് എൻ്റെ തിയറി അല്ല. അല്ലെങ്കിൽ നമ്മളുടെ ഏതെങ്കിലും നമ്മുടെ ഗ്രാൻഡ് പാരൻസ് ആവാം, നമ്മളുടെ ഗ്രാൻഡ് പാരൻസിൻ്റെ പാരൻസ് ആവാം, nth നമ്പർ മുതലുള്ള അവർ ക്യാരി ചെയ്യുന്ന പാറ്റേൺസ് ഇവർ മരിച്ചു പോകുമ്പോൾ നമ്മൾ വിചാരിക്കും അവരുടെ കൂടെ തന്നെ അത് പോയി. അല്ല ഷിബ്ല. അപ്പോൾ ഈ വ്യക്തിക്ക് മാറണം എന്നാണ് ആഗ്രഹം. പക്ഷെ ആ മാറ്റം വളരെ ഫിയറിൽ നിന്നാണ് വരുന്നത്. എങ്ങനെയെങ്കിലും മാറണം, എനിക്ക് അച്ഛനെ പോലെ ആവണ്ട, എനിക്ക് അച്ഛനെ പോലെ ആവണ്ട. ദ മിനിറ്റ് യു സേ നോ ടു യുവർ മൈൻഡ്, അത് തന്നെ ആയിരിക്കും മൈൻഡ് റിപ്പീറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഷീ യൂസ് ടു ഹേറ്റ് ഹർ ഫാദർ സോ മച്ച്. പക്ഷേ എനിക്കിപ്പോൾ തോന്നുന്നു ഞാൻ അതേപോലെ ആവുന്നു. ഇമ്മീഡിയറ്റ്ലി നെക്സ്റ്റ് മൊമെൻറ്റ് മുതൽ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് അട്രാക്ട് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ വിഷമമുള്ള ആൾക്കാരെ നമ്മൾ മീറ്റ് ചെയ്യാൻ തുടങ്ങും. വിഷമമുള്ള ഓപ്പർച്യൂണിറ്റീസ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. പ്രയാസമായിരിക്കും എല്ലാ സ്ഥലത്തും. കാരണം അതാണ് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ നമ്മൾ ഫീഡ് ചെയ്തിട്ടുള്ളത്.